പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഒഡീഷ, ബംഗാൾ പ്രദേശങ്ങളിലെ ഹൃദയങ്ങളെ ഈ നാമം ഉണർത്തുന്നു. വിന്ധ്യയുടെയും ഹിമാലയത്തിന്റെയും കുന്നുകളിൽ അത് പ്രതിധ്വനിക്കുന്നു. നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ 10th പ്രിലിമിനറി പരീക്ഷ അതുപോലെ തന്നെ LGS ലെവലിലുള്ള പരീക്ഷയിലൊക്കെ ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് ദേശീയ ഗാനം, അതുപോലെ ദേശീയ ഗീതം, പിന്നെ ദേശീയ ചിഹ്നം, നാഷണൽ ആന്തം, ഇങ്ങനെയുള്ള ടോപ്പിക്സ്. അപ്പോൾ ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ദേശീയ ഗാനം. ഓക്കെ, ദേശീയ ഗാനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താ ഓർമ്മ വരുന്നത്? എൻ്റെ ഓർമ്മകളിലേക്ക് വരുന്നത് പണ്ടത്തെ നമ്മുടെ സ്കൂൾ കുട്ടിക്കാലമാണ്. ദേശീയ ഗാനത്തിൻ്റെ ബെല്ലടിക്കുമ്പോൾ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഓടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു കുട്ടിക്കാലം ഉണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അന്ന് നമ്മൾ ആ സ്കൂൾ കാലത്ത്, കുട്ടിക്കാലത്ത് ആ ഒരു ദേശീയ ഗാനം കേട്ടിരുന്ന് സ്കൂളിൽ നിന്നും എത്രയും പെട്ടെന്ന് ഓടി വീട്ടിലെത്താൻ കാത്തിരുന്ന ആ ഒരു കുട്ടിക്കാലത്തിൽ നിന്ന് ഇന്ന് വലുതായത് ഒരു PSC പഠനത്തിലോട്ട് നമ്മൾ എത്തി നിൽക്കുകയാണല്ലേ. അതായത് ദേശീയ ഗാനത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലോട്ട് തന്നെ കടക്കാം. ഏവർക്കും ഒന്നുകൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ദേശീയ ഗാനം നോക്കിക്കേ, നമുക്ക് ആദ്യം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതായത് ഈ ഒരു ദേശീയ ഗാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻസ് കാണും. എങ്ങനെയാണ് PSC ഈ ഒരു ദേശീയ ഗാനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻസ് കാണും. അപ്പോൾ അത് നമുക്കിവിടെ ആദ്യം നോക്കാം. നോക്കിക്കേ, 077/2022 ഒരു 10th പ്രിലിമിനറി എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ, ചിലർക്കൊക്കെ അറിയായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട, ഈ ക്ലാസ് കഴിയുമ്പോൾ ഇതിനുള്ള ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. കുറച്ച് PSC ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നുള്ള. അടുത്തൊരു ചോദ്യം നോക്കിക്കേ, ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? നോക്ക്, എത്ര തവണയാണ് ഓരോ ചോദ്യ പേപ്പറിലായിട്ട് എത്ര തവണയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതെന്ന് കണ്ടോ? 2022, 2023 യൂണിവേഴ്സിറ്റി LGS പ്രിലിംസിൽ, അതുപോലെ 2023 ഖാദി ബോർഡിൻ്റെ പ്രിലിംസിലും ഒക്കെ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ, ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? അതായത് ഇന്ത്യയിൽ ദേശീയ ഗാനമായിട്ട് നമ്മുടെ ജനഗണമനയെ അംഗീകരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. 154/2023 യൂണിവേഴ്സിറ്റി LGS പ്രിലിമിനറി സ്റ്റേജിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ. കണ്ടല്ലോ നിങ്ങളിതെല്ലാം. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കാം. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ഇതും 2023 പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ദേശീയ ഗാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും PSC ചോദിക്കുന്നത്. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്, ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ഓപ്ഷൻ A രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ B മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ C ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഓപ്ഷൻ D ദേവേന്ദ്രനാഥ ടാഗോർ. ഇതും ഖാദി ബോർഡ് LDCയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ആയിട്ടുള്ള സ്റ്റേജ് 5 ചോദിച്ചൊരു ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ക്ലാസ്സസ് കണ്ട് അതിനുശേഷം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പഠിച്ചതിന് ശേഷം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് തന്നെ ഡയറക്റ്റായിട്ട് കടക്കാം. ദേശീയ ഗാനം ഏതാണ്? നമ്മുടെ ദേശീയ ഗാനം എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണിതല്ലേ.
ജനഗണമന എന്ന് പറയുന്നതാണ് നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. ആദ്യം തന്നെ നോക്കിക്കേ, ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്തെന്ന് അറിയപ്പെടുന്നത്? ആന്തമെറ്റോളജി. ആന്തമെറ്റോളജി എന്നാണ് ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കാണുമ്പോൾ എന്നോടൊപ്പം തന്നെ പഠിച്ചു വരിക. ഇനി ഒരു ദേശീയ ഗാനത്തിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് കാണേണ്ടി നിങ്ങൾക്ക് വരില്ല. ഇവിടെ തന്നെ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും, PSC ചോദിക്കുന്ന എല്ലാ വസ്തുതകളും ഈ ക്ലാസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതോടൊപ്പം തന്നെ പഠിച്ചു വരിക. ഓക്കെ, പറയുക. ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്തെന്ന് അറിയപ്പെടുന്നത്? ആന്തമെറ്റോളജി. ആന്തമെറ്റോളജി എന്നാണ് ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ആർക്കും ഒരു കൺഫ്യൂഷനും വേണ്ട അല്ലേ? എന്താണ്? ജനഗണമനയാണ്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേശീയ ഗാനം, ദേശീയ ഗീതം രണ്ടും കൺഫ്യൂസിങ് ആവുന്നു. നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന സ്ഥലം ഇതാണ്. ദേശീയ ഗാനം, ദേശീയ ഗീതം ഇത് രണ്ടും നമുക്ക് മാറിപ്പോവും. ദേശീയ ഗാനം എന്ന് പറയുന്നത് നാഷണൽ ആന്തമാണ്. ആന്തമായിട്ടുള്ള ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. ഇന്ത്യയുടെ ദേശീയ ഗീതം അഥവാ നാഷണൽ സോങ് അതെന്താണ്? വന്ദേ മാതരം. അതാണ് നാഷണൽ സോങ് അഥവാ ദേശീയ ഗീതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയ ഗാനം നമ്മൾ എപ്പോഴും സോങ് പാടുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് എന്താണ്? ദേശീയ ഗാനം. എവിടെ ഇപ്പോൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും ക്ലാസ് കഴിയുന്ന ടൈമിൽ നാഷണൽ ആന്തമാണ്. നമ്മൾ എല്ലാവരും ഈ ഒരു ദേശീയ ഗാനം അതാണ് എപ്പോഴും നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത്. ആദ്യം ദേശീയ ഗാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ മൈൻഡിലോട്ട് വരുന്ന ജനഗണമന. അപ്പോൾ അത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, നാഷണൽ ആന്തം അല്ലെങ്കിൽ ദേശീയ ഗാനം എന്ന് പറയുന്നത് ഏതാണ്? ജനഗണമനയാണ്. അപ്പോൾ ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത് ആന്തമെറ്റോളജി എന്നും ഇന്ത്യയുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയുമാണ്. എന്തായിരുന്നു ദേശീയ ഗാനത്തിന്റെ പഴയ പേര്? ഭാരത് വിധാത അല്ലെങ്കിൽ ഭാരത് ഭാഗ്യ വിധാത എന്നായിരുന്നു ദേശീയ ഗാനത്തിന്റെ പഴയ പേര്. എന്തായിരുന്നടാ? ഭാരത് വിധാത അല്ലെങ്കിൽ ഭാരത് ഭാഗ്യ വിധാത എന്നായിരുന്നു ദേശീയ ഗാനത്തിന്റെ പഴയ പേരെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആരാണ് ഇത് രചിച്ചത്? നമ്മുടെ രബീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ഒരു ദേശീയ ഗാനം രചിച്ചത്. ആരാണ്? രബീന്ദ്രനാഥ ടാഗോർ. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട്, ഒരു പോയിന്റ് പോലും ആവശ്യമില്ലാതെ ഈ ഒരു ക്ലാസ്സിൽ തരുന്നില്ല. കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിൽ മാത്രമേ ഈ ഒരു പോയിന്റ്സ് എല്ലാം കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഓരോ പോയിന്റും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ദേശീയ ഗാനം, നാഷണൽ ആന്തം രചിച്ചത് ആരാണ്? രബീന്ദ്രനാഥ ടാഗോർ ആണ്. രബീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചുള്ള 2 വസ്തുതകൾ കൂടി ഇവിടെ നിങ്ങൾ ഓർക്കുക. എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് രബീന്ദ്രനാഥ ടാഗോർ. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് രബീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. അതുപോലെ ഏഷ്യയിൽ സാഹിത്യത്തിന് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയും ആരാണ്? രബീന്ദ്രനാഥ ടാഗോർ ആണ്. കൺഫ്യൂസിങ് ആവരുത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം ലഭിച്ചത് രബീന്ദ്രനാഥ ടാഗോറിനാണ്. അതോടൊപ്പം ഏഷ്യയിൽ സാഹിത്യത്തിന് ഓരോ കാറ്റഗറിയിലാണ് നൊബേൽ സമ്മാനം കൊടുക്കുന്നത് അല്ലേ? അതുപോലെ ആ കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് സാഹിത്യം എന്ന് പറയുന്നത്. ആ സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന ആരാണ്? രബീന്ദ്രനാഥ ടാഗോർ ആണ്. നോക്കിക്കേ, ഇന്ത്യയിൽ ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഏഷ്യയിൽ സാഹിത്യത്തിന് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് രബീന്ദ്രനാഥ ടാഗോർ. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടോ? രബീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റിലോട്ട് പോവാം. നോക്കിക്കേ, ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ദേശീയ ഗാനമായി അംഗീകരിച്ചത്? 1950 ജനുവരി 24. നമ്മൾ കുറേ ഡേറ്റ്സ് പഠിക്കുമ്പോൾ കൺഫ്യൂസിങ് ആവും. നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേ എന്നാണ്? ജനുവരി 26 ആണ്. അതിന് 2 ദിവസം മുന്നെയാണ് നമ്മുടെ ദേശീയ ഗാനത്തിന് ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ സഭ അംഗീകാരം നൽകിയത്. 1950 ജനുവരി 24 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്നാണ്? 1950 ജനുവരി 24. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഏത് ഭാഷയിലാണ് ഈ ഒരു ജനഗണമനയ്ക്ക് അംഗീകാരം നൽകിയത്? 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ്? ഹിന്ദി. ഓക്കെ, നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് ബംഗാളി എന്നായിരിക്കും. തെറ്റാണ്.
ബംഗാളി ഭാഷയിലാണ് ജനഗണമന എഴുതിയത്. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് ഏത് ഭാഷയിലാണ്? ഹിന്ദി പതിപ്പിനാണ്. ജനഗണമനയുടെ ഹിന്ദി പതിപ്പിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത്. നോക്ക്, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളി ഭാഷയിലും, അതായത് ഒറിജിനലി റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് ഏത് ഭാഷയുടെ പതിപ്പിനാണ്? ഹിന്ദിയാണ്. ഹിന്ദി 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദിയാണ്. എന്നാൽ ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. ഓക്കെ, ഏത് രാഗത്തിലാണ് ഈ ഒരു ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ശങ്കരാഭരണം. ഏത് രാഗമാണടാ? ശങ്കരാഭരണം. PSC ഒരു ചോദ്യമായിട്ട് വരാനുള്ള ചാൻസ് ഉള്ള ഒരു ചോദ്യം തന്നെയാണിത്. ഏത് രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരാഭരണം. ശങ്കരാഭരണം. അപ്പോൾ ഇതിന് ഈണം നൽകിയത് അല്ലെങ്കിൽ സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്. ഏത് രാഗമാണ്? ശങ്കരാഭരണം. ശങ്കരാഭരണം രാഗം സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത പോയിന്റിലോട്ട് നമുക്ക് പോവാം. ഇതാണ് അടുത്ത പോയിന്റ്. എത്ര ചരണങ്ങളുണ്ട് ദേശീയ ഗാനത്തിന്? അതായത് ഒറിജിനലി നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഭാരത് ഭാഗ്യവിധാത എന്ന് പറയുന്ന ഒരു കവിതയാണ് രചിച്ചത്. ആ കവിതയിലെ അതിൽ 5 ചരണങ്ങളാണ് ആ കവിതയ്ക്കുള്ളത്. ഭാരതോ ഭാഗ്യവിധാത എന്ന് പറയുന്ന ആ കവിതയ്ക്ക് 5 ചരണങ്ങളുണ്ട്. ആ 5 ചരണങ്ങളിലെ ആദ്യത്തെ ചരണമാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പോയിന്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 5 ചരണങ്ങൾ ഒറിജിനലി എഴുതിയിട്ടുള്ള, യഥാർത്ഥത്തിൽ ആ ഒരു കവിതയ്ക്ക് 5 ചരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചരണം മാത്രം, ചരണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻസയാണ് എവിടെ എടുത്തിരിക്കുന്നത്? നമ്മുടെ ദേശീയ ഗാനമായിട്ട്, നാഷണൽ ആന്തമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് 5-ൽ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പൂർണ്ണ രൂപത്തിൽ ഈ ഗാനത്തിന് 5 ചരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചരണമാണ് ദേശീയ ഗാനം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. പൂർണ്ണ രൂപത്തിൽ ഈ ഗാനത്തിന് എത്ര ചരണങ്ങളുണ്ട്? 5 ചരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചരണമാണ് ദേശീയ ഗാനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എത്ര വരികളുണ്ട് ദേശീയ ഗാനത്തിൽ? മൊത്തം 13 വരികളാണുള്ളത്. ദേശീയ ഗാനത്തിലുള്ള വരികളുടെ എണ്ണം എത്രയാണ്? 13 വരികളാണുള്ളത്. അപ്പൊ എത്ര വാക്കുകളുണ്ട് ദേശീയ ഗാനത്തിൽ? 55 വാക്കുകളാണ് ദേശീയ ഗാനത്തിലുള്ളത്. എത്ര വാക്കുകളാണുള്ളത്? 55 വാക്കുകളാണ്. 5 ചരണമാണ് ദേശീയ ഗാനത്തിന്. അതായത് ഒറിജിനലി എഴുതിയ കവിതയിൽ 5 ചരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചരണമാണ് ദേശീയ ഗാനം എന്ന് പറയുന്ന ജനഗണമന എന്ന് പറയുന്നത്. ഇനി എത്ര വരികളുണ്ട്? 13 വരികളാണ് ദേശീയ ഗാനത്തിനുള്ളത്. അതുപോലെ 55 വാക്കുകളും ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്കാണ് ജയ ഹേ എന്ന് പറയുന്നത്. ജനഗണമനയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് വാക്കാണ്? ജയ ഹേ. അത് എത്ര വട്ടം ആവർത്തിക്കുന്നുണ്ട്? 6 വട്ടമാണ് ആവർത്തിക്കുന്നത്. ജയ ഹേ എന്ന വാക്കാണ് ഏറ്റവും കൂടുതൽ തവണ ദേശീയ ഗാനത്തിൽ ആവർത്തിക്കുന്നത്. അത് എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 തവണയാണ് ആവർത്തിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതിലോട്ട് നമുക്ക് പോവാം. അടുത്ത പോയിന്റ് ഇതാണ്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്കുകൾ ഏതാണ്? ജയ ഹേ ആണ്. 6 പ്രാവശ്യമാണ് ദേശീയ ഗാനത്തിൽ ഈ ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആവർത്തിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, എപ്പോഴാണ് ഈ ഒരു ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ അല്ലേ? അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എവിടെയാണ് ഈ ഒരു ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത്? ആദ്യമായിട്ട് ആലപിച്ചത് 1911 ഡിസംബർ 27 INC സമ്മേളനത്തിലാണ്. എവിടെ നടന്ന INC സമ്മേളനം? കൊൽക്കത്ത. ആദ്യമായി ആലപിക്കപ്പെട്ടത് എവിടെയാണ്? കൊൽക്കത്ത INC സമ്മേളനത്തിലാണ് ദേശീയ ഗാനത്തെ ആദ്യമായിട്ട് ആലപിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഏത് ഡേറ്റ് ഏതാണ്? 1911 ഡിസംബർ 27. 1911 ഡിസംബർ 27 ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത്. കൊൽക്കത്ത INC സമ്മേളനം ഏതാണ്? കൊൽക്കത്ത. 1911 ഡിസംബർ 27 INC സമ്മേളനത്തിൽ, കൊൽക്കത്തയിലെ INC സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത്. ക്ലിയർ ആണല്ലോ?
ഈ ഒരു കഴിഞ്ഞ 2011 ഡിസംബർ 27 ആയപ്പോൾ 100 വർഷമാണ് പൂർത്തിയായത്. 100 വർഷം. എന്നാണെടാ 100 വർഷം പൂർത്തിയായത്? അതായത് 1911 ഡിസംബർ 27 ആദ്യമായി ആലപിക്കപ്പെട്ട ദേശീയ ഗാനത്തിന് 100 വർഷം പൂർത്തിയായത് 2011 ഡിസംബർ 27 അപ്പൊ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആരും പതറരുത്. 1911 ശേഷം 100 വർഷം കഴിഞ്ഞപ്പോൾ എന്നാണ് 2011 ഡിസംബർ 27 100 വർഷം പൂർത്തിയായത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. അത് അന്നത്തെ നടന്ന INC സമ്മേളനത്തിൽ, അതായത് കൊൽക്കത്തയിൽ നടന്ന INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? BN ധർ ആണ്. ആരായിരുന്നു അധ്യക്ഷൻ? BN ധർ ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. 1911 ഡിസംബർ 27 നടന്ന കൊൽക്കത്ത INC സമ്മേളനത്തിലാണ് ഈ ഒരു ഗാനം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. നമ്മുടെ ദേശീയ ഗാനം അഥവാ നാഷണൽ ആന്തം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. ഓക്കെ, ആ സമ്മേളനത്തിന്റെ, അതായത് INC സമ്മേളനത്തിന്റെ 1911 കൊൽക്കത്തയിൽ നടന്ന INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? BN ധർ ആയിരുന്നു. ക്ലിയർ ആണല്ലോ? BN ധർ ആയിരുന്നു. ഇനി ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഈ ഒരു ദേശീയ ഗാനം ആലപിച്ചത് ആരാണ്? ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഈ ഗാനം ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധറാണി. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്. സരളാദേവി ചൗധറാണിയാണ് നമ്മുടെ ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ, നമ്മുടെ ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഈ ഗാനം ആലപിച്ചത് സരളാദേവി ചൗധറാണി. ഈ പേരുകളെല്ലാം നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിൽക്കണം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഓരോന്ന് സിമ്പിൾ പോയിന്റ്സ് ആണ്. ക്ലിയർ ആക്കി നിങ്ങളുടെ മൈൻഡിൽ വെക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം പഠിക്കുക, പഠിച്ച് നോട്ട് എഴുതി കൃത്യമായി വെച്ചതിന് ശേഷം വീക്ക്ലി ഇതൊന്ന് റിവൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ മറന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്ത് ചെയ്യുക, ഇതെടുത്ത് വായിക്കുക. ജസ്റ്റ് വായിച്ചാൽ മതി. നിങ്ങൾ പഠിക്കുകയാണ് എന്നുള്ളൊരു മൈൻഡോട് കൂടി ഇതിനെ ഒന്നും കാണാതെ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ, നിങ്ങൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധം വേണം, ഒരു അറിവ് വേണം അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുവാണ്, അല്ലെങ്കിൽ ആ ഒരു അറിവിന് വേണ്ടി നിങ്ങൾ വായിക്കുന്നു എന്ന് കരുതി മാത്രം എന്ത് ചെയ്യുക, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിക്കുക. അപ്പം നമ്മുടെ മൈൻഡിൽ ഇതൊക്കെ രജിസ്റ്ററായി കിടന്നോളും. പിന്നെ നിങ്ങൾക്ക് ഇത് വായിക്കേണ്ടി പോലും വരത്തില്ല. അത് നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ആദ്യമായി പ്രസിദ്ധീകരിച്ചത്, അതായത് നമ്മുടെ ദേശീയ ഗാനത്തെ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? തത്വബോധിനി പത്രികയിലാണ് ആദ്യമായിട്ട് ദേശീയ ഗാനത്തെ പ്രസിദ്ധീകരിച്ചത്. അതായത് 1911 ഡിസംബർ 27 INC കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചത്. അത് പിറ്റേ വർഷത്തെ തത്വബോധിനി പത്രികയിലാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വരുവാണ്, ദേശീയ ഗാനത്തെ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പത്രികയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പത്രികയാണ്? തത്വബോധിനി പത്രിക. ഏത് വർഷമാണ്? 1912 1912 1839 ദേബേന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച തത്വബോധിനി സഭയുടെ മുഖപത്രമായിരുന്നു ഏത്? തത്വബോധിനി പത്രിക എന്ന് പറയുന്നത്. 1839 ദേബേന്ദ്രനാഥ് ടാഗോർ ആണ് ഈ ഒരു തത്വബോധിനി സഭ സ്ഥാപിച്ചത്. തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാണ്? 1839 ദേബേന്ദ്രനാഥ് ടാഗോർ. തത്വബോധിനി സഭ 1839 സ്ഥാപിച്ചത് ദേബേന്ദ്രനാഥ് ടാഗോർ ആണ്. അതിന്റെ മുഖപത്രമായിരുന്നു ഏത്? തത്വബോധിനി പത്രിക. അതിന്റെ മുഖപത്രമായിരുന്നു തത്വബോധിനി പത്രിക. ആ തത്വബോധിനി പത്രികയിലാണ് ആദ്യമായിട്ട് ദേശീയ ഗാനത്തെ പ്രസിദ്ധീകരിച്ചത്. ഏത് വർഷം? 1912. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി മറന്നു പോകരുത്. അത് 1843 ഓഗസ്റ്റ് 16 സ്ഥാപിച്ച ഒരു ബംഗാളി പത്രമാണ് തത്വബോധിനി പത്രിക എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബംഗാളി പത്രമാണ്. ഏത് വർഷം? 1843 ഓഗസ്റ്റ് 16. 1843 ഓഗസ്റ്റ് 16 സ്ഥാപിച്ച ബംഗാളി പത്രമാണ് തത്വബോധിനി പത്രിക. മറന്നു പോകരുത്. തത്വബോധിനി പത്രിക 1843 ഓഗസ്റ്റ് 16 സ്ഥാപിച്ച പത്രമാണ് തത്വബോധിനി പത്രിക. അതിലാണ് ആദ്യമായിട്ട് ജനഗണമന 1912 പ്രസിദ്ധീകരിച്ചത്. ഓക്കെ ആണോ? എന്താണ് ഈ തത്വബോധിനി പത്രിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തത്വബോധിനി പത്രിക, നല്ല പേരല്ലേ? എന്താണ് ഇതിന്റെ അർത്ഥം? സത്യം തിരയുന്ന പത്രം. തത്വബോധിനി പത്രികയുടെ അർത്ഥം എന്താണ്? സത്യം തിരയുന്ന പത്രം എന്നാണ് ഈ ഒരു തത്വബോധിനി പത്രികയുടെ
അർത്ഥം എന്ന് പറയുന്നത്. തത്വബോധിനി പത്രികയ്ക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്ന എന്തുകൊണ്ടാ? 1912 ദേശീയ ഗാനം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രികയിലാണ്. തത്വബോധിനി പത്രിക എന്ന് പറയുന്നത് ദേബേന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച തത്വബോധിനി സഭയുടെ മുഖപത്രമാണ്. എന്നാണ് ഈ ഒരു പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്? 1843 ഓഗസ്റ്റ് 16 തത്വബോധിനി പത്രിക എന്നാൽ സത്യം തിരയുന്ന പത്രം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതിന്റെ തർജ്ജമയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നാഷണൽ ആന്തം അല്ലെങ്കിൽ ദേശീയ ഗാനത്തിനെ ഏതൊക്കെ ഭാഷയിലോട്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട്, ആരാണ് ആ തർജ്ജമ ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആ ഒരു പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആരാണ് ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. എന്തായിരുന്നു ആ തർജ്ജമയുടെ പേര്? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. എന്താണ്? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രഭാത ഗാനം എന്നായിരുന്നു ആ ഒരു തർജ്ജമയുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ ഇംഗ്ലീഷിലോട്ട് ഈ ഒരു ജനഗണമനയെ തർജ്ജമ ചെയ്തപ്പോൾ അതിന് നൽകിയ പേര് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രഭാത ഗാനം എന്നാണ്. ഇന്ത്യയുടെ പ്രഭാത ഗാനം എന്നാണ് ഈ ഒരു ദേശീയ ഗാനത്തിന് നൽകിയ പേര്. ഇനി ആരാ ഹിന്ദിയിലോട്ട് തർജ്ജമ ചെയ്തത്? ആബിദ് അലി. ആരാണ് ഹിന്ദിയിലോട്ട് തർജ്ജമ ചെയ്തത്? ആരാണ്? ആബിദ് അലിയാണ്. ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. നമ്മുടെ ദേശീയ ഗാനത്തെ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. അപ്പൊ മലയാളത്തിൽ തർജ്ജമയുണ്ടോ ദേശീയ ഗാനത്തിന്റെ? ഉണ്ട്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ജനഗണമന അല്ലെങ്കിൽ നമ്മുടെ ദേശീയ ഗാനത്തെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കുറ്റിപ്പുറത്ത് കേശവൻ നായർ ആണ് നമ്മുടെ ജനഗണമനയെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ക്ലിയർ ആണോ? അടുത്തത് നോക്കിക്കേ, ഇത് എത്ര സമയമാണ് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ടി എടുക്കുന്നത്? ആലപിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്. 52 സെക്കൻഡ് ആണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അതായത് നോർമലി 52 സെക്കൻഡ് എടുത്താണ് ദേശീയ ഗാനം ആലപിക്കുന്നത്. എന്നാൽ ഹ്രസ്വരൂപത്തിലും ദേശീയ ഗാനത്തെ ആലപിക്കാം. അതിനെടുക്കുന്ന സമയം എത്രയാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരെയാണ്, ഹ്രസ്വരൂപത്തിൽ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം ചോദിച്ചാൽ 20 സെക്കൻഡ്. എത്ര ടൈമാണ്? 20 സെക്കൻഡിലാണ് ദേശീയ ഗാനം ഹ്രസ്വരൂപത്തിൽ ആലപിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ദേശീയ ഗാനത്തെ ഏതെങ്കിലും ഒരു ചിത്രത്തിൽ അല്ലെങ്കിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ചിത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ഗാനം ആദ്യമായി ഉൾപ്പെടുത്തിയ ചിത്രമാണ് ഹം റാഹി. 1945 ഹംറാഹി എന്ന ചിത്രത്തിലാണ് ദേശീയ ഗാനത്തെ ആദ്യമായി ഉൾപ്പെടുത്തിയത്. ഓക്കെ, മറന്നു പോകരുത്. ആദ്യമായി ദേശീയ ഗാനം ഉൾപ്പെടുത്തിയ ചലച്ചിത്രമാണ് 1945 ഹംറാഹി എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ നദികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്? നമ്മുടെ ദേശീയ ഗാനത്തിൽ ഏതൊക്കെ നദികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? യമുന, അതുപോലെ ഗംഗ. യമുന, ഗംഗ നദികളെ പറ്റിയാണ് ദേശീയ ഗാനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പരാമർശിച്ചിരിക്കുന്ന പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ പർവ്വതങ്ങളെ കുറിച്ചാണ് ദേശീയ ഗാനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? വിന്ധ്യ, ഹിമാലയ. വിന്ധ്യ, ഹിമാലയ പർവ്വതങ്ങളെ കുറിച്ചാണ് ദേശീയ ഗാനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ ദേശീയ ഗാനത്തിൽ ഉത്കലം എന്ന് പറയുന്നുണ്ട് അല്ലെ? ഉത്കലം എന്ന് പരാമർശിച്ചിരിക്കുന്ന പ്രദേശം ഏതാണ്? ഒഡീഷ. ഇന്നത്തെ ഒഡീഷയാണ് നമ്മുടെ ദേശീയ ഗാനത്തിൽ ഉത്കലം എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞു, ആദ്യമായിട്ട് കൊൽക്കത്തയിലെ INC സമ്മേളനം 1911 ദേശീയ ഗാനം എന്ത് ചെയ്തത്? ആലപിച്ചത്. അപ്പൊ കൊൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് ആലപിച്ചത് എപ്പോഴാണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, കൊൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിച്ചത് ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളി. ആന്ധ്രാപ്രദേശ് മാടനപ്പള്ളി. കൊൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിച്ചത് മാടനപ്പള്ളി, ഇന്നത്തെ ആന്ധ്രാപ്രദേശ് ആണ്. ഇനി ഈ ഒരു ദേശീയ ഗാനത്തെ ആദരിക്കണമെന്ന് മൗലിക കടമയായിട്ട് പ്രതിപാദിക്കുന്ന അനുച്ഛേദം, ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ ഗാനത്തെ അതുപോലെ ദേശീയ പതാകയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദരിക്കണം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്ന അനുച്ഛേദത്തിലാണ് നമ്മുടെ ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും ഒക്കെ ആദരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നോക്കുക. ദേശീയ ഗാനത്തെ ആദരിക്കണം എന്നത് മൗലിക കടമയായി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്?
ആർട്ടിക്കിൾ 51A അല്ലെങ്കിൽ അനുച്ഛേദം 51A ആണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ ദേശീയ ഗാനത്തെക്കുറിച്ച് നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കൂടി നോക്കാം. ഇതും കൂടി ആയിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി ആ ടോപ്പിക്കിൽ എക്സ്ട്രാ പഠിക്കേണ്ടി വരത്തില്ല. നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ ഒന്നോർത്ത് പറയാനായിട്ട് നോക്കുക. ഓക്കെ, ഞാൻ ഓരോ ചോദ്യം വായിക്കുമ്പോഴും ആ ചോദ്യത്തിൻ്റെ ഉത്തരം കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഉത്തരങ്ങൾ വരണം. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ചോദ്യത്തിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം ഏത്? ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം ഏത്? ഓപ്ഷൻ എ മോഹനം, ഓപ്ഷൻ ബി ശങ്കരാഭരണം, ഓപ്ഷൻ സി കല്യാണി, ഓപ്ഷൻ ഡി ഹിന്ദോളം. ഏതാണടാ? പറഞ്ഞേ, പെട്ടെന്ന് മനസ്സിൽ വരണം. ഏതാണ്? ഓപ്ഷൻ ബി ശങ്കരാഭരണം. നമ്മൾ പഠിച്ചു അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം ഇതാണ്: ജനഗണമന എന്ന ദേശീയ ഗാനത്തിന്റെ പഴയ പേര് എന്തായിരുന്നു? എന്തായിരുന്നു ജനഗണമന എന്ന ദേശീയ ഗാനത്തിന്റെ പഴയ പേര് എന്തായിരുന്നു? നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നതിന് മുന്നേ ഇതിന്റെ ഉത്തരം മനസ്സിൽ വരണം. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: വന്ദേ മാതരം, ഭാരത് ഭാഗ്യവിധാത, അമർ സോനാർ ബംഗ്ല, അതുപോലെ സാരേ ജഹാംസെ അച്ച. എന്താണ് ഇതിന്റെ ഉത്തരം വരുന്നത്? ജനഗണമന എന്ന ദേശീയ ഗാനത്തിന്റെ പഴയ പേര് എന്തായിരുന്നു? ഭാരത് ഭാഗ്യവിധാത. ഭാരത് ഭാഗ്യവിധാത എന്നതായിരുന്നു ദേശീയ ഗാനമായ ജനഗണമനയുടെ പഴയ പേരെന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത്? 1905 ബനാറസ് സമ്മേളനം, ഓപ്ഷൻ ബി 1911 കൊൽക്കത്ത സമ്മേളനം, ഓപ്ഷൻ സി 1916 ലക്നൗ സമ്മേളനം, ഓപ്ഷൻ ഡി 1929 ലാഹോർ സമ്മേളനം. പറഞ്ഞേ ഏതാണ്? ഏത് സമ്മേളനത്തിലാണ്? 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത്. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ദേശീയ ഗാനം പൂർണ്ണ രൂപത്തിൽ ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ദേശീയ ഗാനം പൂർണ്ണ രൂപത്തിൽ ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 65 സെക്കൻഡ്, ഓപ്ഷൻ ബി 50 സെക്കൻഡ്, ഓപ്ഷൻ സി 52 സെക്കൻഡ്, ഓപ്ഷൻ ഡി 20 സെക്കൻഡ്. എത്രയാണ്? 52 സെക്കൻഡ് ആണ് അല്ലേ? ദേശീയ ഗാനം പൂർണ്ണ രൂപത്തിൽ ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ് ആണ്. എന്നാലും ഒരു ചോദ്യം, ഹ്രസ്വരൂപത്തിലാണെങ്കിലോ? ദേശീയ ഗാനം ഹ്രസ്വരൂപത്തിൽ ആലപിക്കാൻ വേണ്ട സമയം എത്രയായിരുന്നു? 20 സെക്കൻഡ് ആണ്. 20 സെക്കൻഡ് ആണ് ഹ്രസ്വരൂപത്തിൽ ആലപിക്കാൻ വേണ്ട സമയം. നമ്മൾ ക്ലാസ്സിൽ അത് പഠിച്ചതാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രിക ഏത്? ഏത് പത്രികയിലാണ് ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ എ ബംഗാൾ ഗസറ്റ്, ഓപ്ഷൻ ബി കേസരി, ഓപ്ഷൻ സി തത്വബോധിനി പത്രിക, ഓപ്ഷൻ ഡി മിറാത്തുൽ അക്ബർ. ഏതിലാണ്? ഏത് പത്രികയിലാണ് ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി പത്രിക. നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? തത്വബോധിനി പത്രികയാണ് ആദ്യമായിട്ട് ജനഗണമന പ്രസിദ്ധീകരിച്ച പത്രിക. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതി എന്നാണ്? ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതി? ഓപ്ഷൻ എ 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ ബി 1950 ജനുവരി 26, ഓപ്ഷൻ സി 1950 ജനുവരി 24, ഓപ്ഷൻ ഡി 1949 നവംബർ 26. പറഞ്ഞേ, ഏത് തീയതിയാണ്? 1950 ജനുവരി 24 അല്ലെ? 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന രചിച്ച വ്യക്തിക്ക് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് വിഭാഗത്തിലാണ്? ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ച വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോറിന് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് വിഭാഗത്തിലാണ്? ശാസ്ത്രമാണോ, സാഹിത്യമാണോ, അതോ സമാധാനമാണോ, അതോ വൈദ്യശാസ്ത്രമാണോ? ഏത് വിഭാഗത്തിലാണ്? സാഹിത്യം. സാഹിത്യം എന്ന വിഭാഗത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോറിന് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് രവീന്ദ്രനാഥ് ടാഗോർ നൽകിയ പേര് എന്താണ്? ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് രവീന്ദ്രനാഥ് ടാഗോർ നൽകിയ പേര്: ഓപ്ഷൻ എ അവർ നാഷണൽ സോങ്, ഓപ്ഷൻ ബി ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ,
ഓപ്ഷൻ സി ദ ജ്വൽ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി മൈ ബിലൗഡ് ഇന്ത്യ. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ് ഇന്ത്യയുടെ പ്രഭാത ഗാനം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രഭാത ഗാനം ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് രവീന്ദ്രനാഥ് ടാഗോർ നൽകിയ പേരെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദേശീയ ഗാനത്തിൽ ആകെ എത്ര തവണയാണ് ജയ ഹേ എന്ന വാക്ക് ആവർത്തിക്കുന്നത്? എത്ര തവണയാണ് ആവർത്തിക്കുന്നത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. എത്ര തവണയാണ്? പറയൂ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓപ്ഷൻ ഡി 6 അല്ലേ? എത്ര തവണയാണ്? 6 തവണയാണ് ജയ ഹേ എന്ന വാക്ക് ദേശീയ ഗാനത്തിൽ ആവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഏതാണ്? ഓപ്ഷൻ എ നോക്കിക്കേ, ലിംനോളജി, ഓപ്ഷൻ ബി ആന്തമെറ്റോളജി, ഓപ്ഷൻ സി ഫിലോളജി, ഓപ്ഷൻ ഡി ഓളജി. എന്താണ് പറഞ്ഞേ? ആന്തമെറ്റോളജി അല്ലേ? ഓപ്ഷൻ ബി ആന്തമെറ്റോളജി ആണ് ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആയിട്ടുള്ള ആന്തമെറ്റോളജി മറക്കരുത്. ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനം ആന്തമെറ്റോളജി. അടുത്ത ചോദ്യം ഇതാണ്, ജനഗണമന മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നു കാണും. എങ്കിലും നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കാം. ഇങ്ങനെയാണ് ഓപ്ഷൻസ്: വള്ളത്തോൾ നാരായണ മേനോൻ, ഓപ്ഷൻ ബി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, ഓപ്ഷൻ സി കുറ്റിപ്പുറത്ത് കേശവൻ നായർ, ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആരാണടാ? അതെ, അത് തന്നെയാ. ഓപ്ഷൻ സി കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഓപ്ഷൻ സി കുറ്റിപ്പുറത്ത് കേശവൻ നായർ ആണ് ജനഗണമനയെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. അടുത്ത ചോദ്യം ഇതാണ്, ദേശീയ ഗാനം ആദ്യമായി ഉൾപ്പെടുത്തിയ ചലച്ചിത്രം ഏത്? ചലച്ചിത്രത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ഉൾപ്പെടുത്തിയത്? ഓർത്തെടുക്കാൻ നോക്കിയൊക്കെ ഓപ്ഷൻസ് വരുന്നതിന് മുന്നേ നിങ്ങൾ ഓർത്തെടുത്ത് വെച്ചിരിക്കുക. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: കിസ്മത്ത് 1943, ഹം രാഹി 1945, ധർമ്മപത്നി 1941, ഓപ്ഷൻ ഡി നീച്ചാനഗർ 1946. നമുക്കറിയാം ഓപ്ഷൻ എന്താണ്? ഹംരാഹി. 1945 ഹംരാഹി എന്ന ചിത്രത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ഉൾപ്പെടുത്തിയത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? നല്ലൊരു ചോദ്യം അല്ലേ? 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ഓപ്ഷൻ ബി ബംഗാളി, ഓപ്ഷൻ സി സംസ്കൃതം, ഓപ്ഷൻ ഡി ഹിന്ദി. ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ്? ഓപ്ഷൻ ഡി ഹിന്ദി അല്ലേ? ക്ലിയർ ആണ്. നമുക്ക് പഠിച്ചു കഴിഞ്ഞത്. ഇനി ഇവിടെ ഒരു ഡൗട്ട്സും വേണ്ട, ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പക്കയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഡി എന്താണ്? ഹിന്ദി ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? ഓപ്ഷൻ എ 20 സെക്കൻഡ്, ഓപ്ഷൻ ബി 30 സെക്കൻഡ്, ഓപ്ഷൻ സി 24 സെക്കൻഡ്, ഓപ്ഷൻ ഡി 40 സെക്കൻഡ്. നമ്മൾ നേരത്തെയും കണ്ടതല്ലേ ഈ ചോദ്യം നേരത്തെ മൊത്തത്തിൽ, അതായത് നോർമലി ആലപിക്കാൻ വേണ്ട സമയം പറഞ്ഞപ്പോൾ നമ്മളവിടെ ഹ്രസ്വരൂപം പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 സെക്കൻഡ് അല്ലേ? എത്ര സെക്കൻഡ് ആണെടാ? 20 സെക്കൻഡ് ആണ് ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദേശീയ ഗാനത്തിൽ ഉത്കലം എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദേശീയ ഗാനത്തിൽ ഉത്കലം എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉത്തരം വന്നു എന്ന് എനിക്കറിയാം. എന്തായാലും നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അസം, ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഏതാണ്? ഓപ്ഷൻ സി ഒഡീഷയാണ്. ഒഡീഷയാണ് ഉത്തരം. അതായത് ഉത്കലം എന്ന് പരാമർശിക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തെയാണ്? ഒഡീഷ. ഓക്കെ, ഉത്കലം ഒഡീഷ. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, ദേശീയ ഗാനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇത് ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഗാനം ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ BN ധർ ആയിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 2011 ഡിസംബർ 27 ഈ ഗാനത്തിന്റെ ആദ്യ ആലാപനത്തിന് 100 വർഷം പൂർത്തിയായത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായി ആലപിക്കപ്പെട്ടത് ബാംഗ്ലൂരിൽ വെച്ചാണ്.
ഒന്ന് നോക്കിക്കേ, എന്താണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത്, ഇത് ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27-നാണെന്ന് പറയുന്നു. ഓപ്ഷൻസ് നോക്കുക. 1, 2, 3 എന്നിവ മാത്രം ശരി, 1, 2, 4 എന്നിവ മാത്രം ശരി, 1 മാത്രം ശരി, എല്ലാം ശരി. ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിക്കുന്നത്. ഇത് ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27-നാണ്. ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറഞ്ഞേ? അതെ, ശരിയാണല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഗാനം ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ BN ധർ ആയിരുന്നു. ആയിരുന്നില്ലേ? നമ്മൾ പഠിച്ചു. കൊൽക്കത്ത സമ്മേളനമാണ് 1911 ഡിസംബർ 27. ആ INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? BN ധർ ആയിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 2011 ഡിസംബർ 27-ന് ഈ ഗാനത്തിന്റെ ആദ്യ ആലാപനത്തിന് 100 വർഷം പൂർത്തിയായി. ശരിയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൊൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായി ആലപിക്കപ്പെട്ടത് ബാംഗ്ലൂരിൽ വെച്ചാണ്. കൊൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായി ആലപിക്കപ്പെട്ടത് ബാംഗ്ലൂരിൽ വെച്ചാണ്. ആണോ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ല, ബാംഗ്ലൂരു എന്നല്ല നമ്മൾ പഠിച്ചത്. മാടനപ്പള്ളി, ഇന്നത്തെ ആന്ധ്രാപ്രദേശായ മാടനപ്പള്ളിയിലാണ് ആദ്യമായിട്ട് ആലപിച്ചത് അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ A ആയിട്ടുള്ള 1, 2, 3 എന്നിവ മാത്രം ശരി. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതാണ് അടുത്ത ചോദ്യം. രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. തെറ്റായ പ്രസ്താവനകൾ. 1, ഏഷ്യയിൽ സാഹിത്യത്തിന് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത് രവീന്ദ്രനാഥ് ടാഗോറിനാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ഇദ്ദേഹമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വന്ദേ മാതരം എന്ന ദേശീയ ഗാനവും ഇദ്ദേഹമാണ് രചിച്ചത്. സ്റ്റേറ്റ്മെന്റ് 4, ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പേര് നൽകിയത് ഇദ്ദേഹമാണ്. ഓപ്ഷൻ A 3 മാത്രം തെറ്റ്, ഓപ്ഷൻ B 1, 2 തെറ്റ്, ഓപ്ഷൻ C 2, 4 തെറ്റ്, ഓപ്ഷൻ D 1, 2, 4 എന്നിവ ശരി, 3 തെറ്റ്. നോക്കിക്കേ, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏഷ്യയിൽ സാഹിത്യത്തിന് ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ചത് രവീന്ദ്രനാഥ് ടാഗോറിനാണ്. ആണ്, നമ്മൾ പഠിച്ചല്ലോ, ആണല്ലോ അല്ലേ? അടുത്തത് 2, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ഇദ്ദേഹമാണ്. ആണോ? ആണ്. 3, വന്ദേ മാതരം എന്ന ദേശീയ ഗാനവും ഇദ്ദേഹമാണ് രചിച്ചത്. അങ്ങനെ നമ്മൾ പഠിച്ചോ എവിടെയെങ്കിലും? ഇല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേര് നൽകിയത് ഇദ്ദേഹമാണ്. ശരിയാണ്, നമ്മൾ അതും പഠിച്ചതാണ് അല്ലേ? അപ്പൊ നോക്കിക്കേ, തെറ്റായ പ്രസ്താവന ഏതാണ്? 3 മാത്രമാണ് തെറ്റ്. 3 മാത്രമാണ് തെറ്റ്. വന്ദേ മാതരം എന്ന ദേശീയ ഗാനവും ഇദ്ദേഹമാണ് രചിച്ചത് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കി 1, 2, 4 ശരിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ജനഗണമനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? ഒന്നാമത്തേത്, ഈ ഗാനം ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, പൂർണ്ണ രൂപത്തിൽ ഗാനത്തിന് 5 ചരണങ്ങളുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗാനത്തിന് സംഗീതം നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓപ്ഷൻസ് നോക്കിക്കേ. A 1, 2 മാത്രം ശരി, ഓപ്ഷൻ B 1 മാത്രം ശരി, ഓപ്ഷൻ C 2 മാത്രം ശരി, ഓപ്ഷൻ D 1, 2, 3 എന്നിവ ശരി. എന്താണ് നോക്കുക, ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഈ ഗാനം ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ആണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചതും. ബംഗാളി ഭാഷയിലാണ് ഈ ഗാനം രചിക്കപ്പെട്ടത്. പൂർണ്ണ രൂപത്തിൽ ഗാനത്തിന് 5 ചരണങ്ങളുണ്ട്. അതെ, 5 ചരണങ്ങളുണ്ട്, നമ്മൾ പഠിച്ചതല്ലേ? ആ 5 ചരണങ്ങളിലെ ആദ്യത്തെ ചരണമാണ് ദേശീയ ഗാനമായിട്ട് എടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഗാനത്തിന് സംഗീതം നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ആണോ? അല്ല, നമ്മൾ പഠിച്ചല്ലേ? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് ഈ ഒരു ഗാനത്തിന് ഈണം നൽകിയത് അല്ലെങ്കിൽ സംഗീതം നൽകിയത്. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം മാത്രം ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? A ആണ്. ഓപ്ഷൻ A. 1ഉം 2ഉം മാത്രം ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ A ആണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണിപ്പോൾ, അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതൊന്നും പറയാതെ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പോകുന്നത് കേട്ടോ. ആ ചോദ്യം കാണുമ്പോൾ തന്നെ, ആ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്ന നദികളുടെയും പർവ്വതങ്ങളെയും കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം?
ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഗംഗ, യമുന എന്നിവയാണ് പരാമർശിക്കുന്ന നദികൾ. 2, ഹിമാലയം, വിന്ധ്യ എന്നിവയാണ് പരാമർശിക്കുന്ന പർവ്വതങ്ങൾ. 3, കൃഷ്ണ, കാവേരി എന്നീ നദികളെയും സത്പുര പർവ്വതത്തെയും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിന് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. എ 1ഉം 2ഉം മാത്രം ശരി, ഓപ്ഷൻ ബി 1 മാത്രം ശരി, ഓപ്ഷൻ സി 2 മാത്രം ശരി, ഓപ്ഷൻ ഡി 3 മാത്രം ശരി. ഒന്നും കൂടി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഗംഗ, യമുന എന്നിവയാണ് പരാമർശിക്കുന്ന നദികൾ. ശരിയാണ്, ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അടുത്ത 2, ഹിമാലയം, വിന്ധ്യ എന്നിവയാണ് പരാമർശിക്കുന്ന പർവ്വതങ്ങൾ. അതെ, ഹിമാലയം അതുപോലെ വിന്ധ്യ എന്നീ പർവ്വതങ്ങളെ കുറിച്ചാണ് ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്നത്. കൃഷ്ണ, കാവേരി എന്നീ നദികളെയും സത്പുര പർവ്വതത്തെയും പരാമർശിക്കുന്നുണ്ട്. ആണോ? ഇല്ല. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പഠിച്ചോ? ഇല്ല. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. 1ഉം 2ഉം മാത്രമാണ് ശരി. നിങ്ങൾക്ക് ഇതിനെല്ലാം ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ലേ? അത്രയും ക്ലിയർ ആയിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഇതിനെല്ലാത്തിനും ഉത്തരം കിട്ടത്തുള്ളൂ. ഓരോ സ്റ്റേറ്റ്മെന്റും നന്നായിട്ട് വായിച്ചു വേണം ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദേശീയ ഗാനത്തിന്റെ തർജ്ജമകളുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ജോഡികളിൽ തെറ്റായ ജോഡികൾ ഏത് അല്ലെങ്കിൽ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ ഗാനത്തിന്റെ തർജ്ജമകളുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ജോഡികളിൽ തെറ്റായ ജോഡികൾ ഏത് അല്ലെങ്കിൽ ഏതെല്ലാം. നമ്മൾ തർജ്ജമ പഠിച്ചു. ഹിന്ദി തർജ്ജമ ആബിദ് അലിന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ മലയാളം തർജ്ജമ കുറ്റിപ്പുറത്ത് കേശവൻ നായർ എന്ന് തന്നിട്ടുണ്ട്. 3, ഇംഗ്ലീഷ് തർജ്ജമ സരളാദേവി ചൗധറാണിന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കിക്കേ. എ 3 മാത്രം തെറ്റ്, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം തെറ്റ്, ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം തെറ്റ്, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരി. ചോദ്യം ശ്രദ്ധിച്ചു നോക്കുക. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി. ഹിന്ദി തർജ്ജമ ആബിദ് അലി ആണോ ചെയ്തത്? അതെ, നമ്മൾ പഠിച്ചു. മലയാളം തർജ്ജമ ചെയ്തത് ആരാ? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. അതും ശരിയാണ്. ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തത് സരളാദേവി ചൗധറാണി ആണോ? അല്ല, സരളാദേവി ചൗധറാണി അല്ല. ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. എന്തായിരുന്നു? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. നമ്മൾ അതും പഠിച്ചതാണല്ലേ ക്ലാസ്സിൽ. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഇതായിരുന്നു ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് നൽകിയ പേരെന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് തെറ്റായ ജോഡിയാണ്. തെറ്റായ ജോഡി ഏതാണ്? 3 ആണല്ലേ. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: തത്വബോധിനി പത്രികയെക്കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? 1839 ദേവേന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച തത്വബോധിനി സഭയുടെ മുഖപത്രമായിരുന്നു ഇത്. തത്വബോധിനി പത്രികയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. 1839 ദേവേന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച തത്വബോധിനി സഭയുടെ മുഖപത്രമായിരുന്നു ഇത്. 2, 1843 ഓഗസ്റ്റ് 16 ഇത് സ്ഥാപിക്കപ്പെട്ടത്. സ്റ്റേറ്റ്മെന്റ് 3, സത്യം തിരയുന്ന പത്രം എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം ശരി, ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം ശരി, ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം ശരി, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരി. നിങ്ങളൊന്ന് നോക്കിക്കേ. തത്വബോധിനി പത്രികയെക്കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. ഒന്ന് പറഞ്ഞേ. 1839 ദേവേന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച തത്വബോധിനി സഭയുടെ മുഖപത്രമായിരുന്നു ഇത് അല്ലേ? തത്വബോധിനി പത്രം എന്ന് പറയുന്നത് തത്വബോധിനി സഭയുടെ മുഖപത്രമാണ്. 1839 ദേവേന്ദ്രനാഥ് ടാഗോർ തത്വബോധിനി സഭ സ്ഥാപിച്ചത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 1843 ഓഗസ്റ്റ് 16 തത്വബോധിനി പത്രിക സ്ഥാപിക്കപ്പെട്ടത്. തത്വബോധിനി പത്രിക സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴായിരുന്നു? 1843 ഓഗസ്റ്റ് 16 ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മൂന്നാമത്തത് സത്യം തിരയുന്ന പത്രം എന്നാണ് തത്വബോധിനി പത്രിക എന്നതിന്റെ അർത്ഥം. അതും ശരിയാണ്. അപ്പൊ ഓപ്ഷൻ 3ഉം ശരിയാണ് അല്ലെ. 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 1, 2, 3 എന്നിവ ശരിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ഇതാണ്: ദേശീയ ഗാനത്തെ ആദരിക്കണമെന്നത് ഒരു മൗലിക കടമയായി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻസ് കാണുന്നതിന് മുന്നേ നിങ്ങളുടെ മൈൻഡിലോട്ട് വരട്ടെ ഉത്തരം. ദേശീയ ഗാനത്തെ ആദരിക്കണമെന്നത് ഒരു മൗലിക കടമയായി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത്? മൗലിക കടമ 51 വരുന്നത്. ഓപ്ഷൻ എ 51A, ഓപ്ഷൻ ബി 48A, ഈ ബി വേണ്ട കേട്ടോ. ഓപ്ഷൻ ബി 48A,
ഓപ്ഷൻ സി 51A, അതുപോലെ ഓപ്ഷൻ ഡി 21A. പറഞ്ഞേ, ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത് ദേശീയ ഗാനത്തെ ആദരിക്കണമെന്ന്? നമുക്കറിയാം, ഓപ്ഷൻ സി 51A ആണ്. നിങ്ങൾ ഇനി ഇത് ഒരിക്കലും മറക്കില്ല. ദേശീയ ഗാനത്തെ ആദരിക്കണമെന്നതൊരു മൗലിക കടമയായി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 51A ആണ്. അപ്പോൾ ഉത്തരം കണ്ടില്ലേ, 51A ആണ്. അടുത്ത ചോദ്യം, ദേശീയ ഗാനത്തിന്റെ ഘടനയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏതെല്ലാം? ഓപ്ഷൻ 1 ഇതാണ്. പൂർണ്ണ രൂപത്തിൽ ഇതിന് 55 വാക്കുകളുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദേശീയ ഗാനത്തിൽ ആകെ 13 വരികളുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗാനത്തിലെ 5 ചരണങ്ങളും ദേശീയ ഗാനത്തിന്റെ ഭാഗമാണ്. ഓപ്ഷൻസ് നോക്കിക്കേ. എ 1ഉം 2ഉം മാത്രം ശരി, ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം ശരി, ഓപ്ഷൻ സി 1 മാത്രം ശരി, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരി. ഇവിടെ ചോദിച്ചിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ ശരിയായത്. പൂർണ്ണ രൂപത്തിൽ ഇതിന് 55 വാക്കുകളുണ്ട്. പൂർണ്ണ രൂപത്തിൽ ഇതിന് 55 വാക്കുകളുണ്ടെന്നാണോ നമ്മൾ പഠിച്ചത്? ദേശീയ ഗാനത്തിലെ ആദ്യത്തെ ആ ഒരു സ്റ്റാൻസ, നമ്മുടെ ദേശീയ ഗാനമായിട്ടുള്ള സ്റ്റാൻസയ്ക്ക് മാത്രമാണ് 55 വാക്കുകളുണ്ടെന്ന് പഠിച്ചത്. പൂർണ്ണ രൂപത്തിലല്ല. പൂർണ്ണ രൂപം എന്ന് പറയുന്ന 5 ചരണങ്ങൾ ചേർന്നതാണ്. അതിൽ ഒരുപാട് വാക്കുകളുണ്ട്. നമ്മുടെ ദേശീയ ഗാനത്തിൽ മാത്രമാണ് 55 വാക്കുകൾ ഉള്ളത്. അപ്പോൾ പൂർണ്ണ രൂപത്തിൽ ഇതിന് 55 വാക്കുകൾ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. രണ്ടാമത്തേത്, ദേശീയ ഗാനത്തിൽ ആകെ 13 വരികളുണ്ട്. ശരിയാണ്. നമ്മൾ പഠിച്ചതാണല്ലേ, ദേശീയ ഗാനത്തിലുള്ള വരികൾ എത്രയാണ്? 13 ആണ്. ഗാനത്തിലെ 5 ചരണങ്ങളും ദേശീയ ഗാനത്തിന്റെ ഭാഗമാണ്. ആണോ? ഭാരത് ഭാഗ്യ വിധാത എന്ന് പറയുന്ന ഗാനത്തിൽ നിന്ന് ആണ് നമ്മുടെ ഈ ഒരു ചരണം ദേശീയ ഗാനം എടുത്തിട്ടുള്ളത്. ഗാനത്തിലെ 5 ചരണങ്ങളും ദേശീയ ഗാനത്തിന്റെ ഭാഗമാണോ? അല്ല. ആദ്യത്തെ ഒരു ചരണം മാത്രമാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ട് മാറിയത്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻസ് നോക്കിക്കേ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഏതാണ് ഇവിടെ ശരിയായിട്ട് വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത്? 2 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് അല്ലെങ്കിൽ ഏതെല്ലാം എന്നാണ്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ്. അതുപോലെ ദേശീയ ഗാനത്തിന്റെ പഴയ പേര് ഭാരത് ഭാഗ്യ വിധാത എന്നായിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൊൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായി ആലപിച്ചത് ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളിയിലാണ്. കൊൽക്കത്തയ്ക്ക് പുറത്ത് ഇത് ആദ്യമായിട്ട് ആലപിച്ചത് ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളിയിലാണ് എന്നതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ. എന്തൊക്കെയുണ്ട്? എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 1, 2 മാത്രം ശരി, ഓപ്ഷൻ സി 2, 3 മാത്രം ശരി, ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരി. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആണെന്ന്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ് നമ്മൾ പഠിച്ചു. 2, ദേശീയ ഗാനത്തിന്റെ പഴയ പേര് ഭാരത് ഭാഗ്യ വിധാത ആയിരുന്നു. അതെ, ആണ് അല്ലേ? ആണ്. കൊൽക്കത്തയ്ക്ക് പുറത്ത് ആദ്യമായി ആലപിച്ചത് ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളിയിലാണ്. അതെ, നമ്മൾ അതും പഠിച്ചതാണ്. കൊൽക്കത്തയ്ക്ക് പുറത്ത് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെയായിരുന്നു? ആന്ധ്രാപ്രദേശിലെ മാടനപ്പള്ളിയിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ക്ലിയർ ആണല്ലോ? ഇത് ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ക്ലാസ്സിൽ കണ്ടിരുന്നു. അന്ന് നിങ്ങൾക്ക് അത് ഉത്തരം പറയാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ഇവിടെ ഓരോ ചോദ്യം കാണുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഉത്തരം എത്തും. നമുക്കപ്പോൾ ചോദ്യത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കടക്കാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? നിങ്ങളൊരു ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു PSC പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്, സ്റ്റേറ്റ്മെന്റ് ശരിയായവയാണോ ചോദിക്കുന്നത് അതോ ശരിയല്ലാത്തവയാണോ ചോദിക്കുന്നത്. അവിടെയാണ് എപ്പോഴും നമുക്ക് മാർക്ക് പോകുന്നത്. നിങ്ങളത് കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യണം. ഇവിടെ ശരിയല്ലാത്തവ ഏത്, അതായത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്ന എവിടെന്നാ? 77/2022 കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 10th ലെവലിലെ പ്രിലിംസിൽ സ്റ്റേജ് 6 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ചോദ്യത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. 4 മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കുക. ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം ആണോ? അല്ല, ഭാരത ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. സരളാദേവി ചൗധറാണിയാണ് ആദ്യമായി ആലപിച്ചത് എന്ന് തന്നെയല്ലേ നമ്മളും പഠിച്ചത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തത് 26 ജനുവരി 1950 ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആണോ? 26 ജനുവരി എന്നാണോ നമ്മൾ പഠിച്ചത്? അല്ല, അതിന് 2 ദിവസം മുന്നേ 24 ജനുവരിയിലാണ് ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിച്ചത്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മദൻ മോഹൻ മാളവ്യയുടെ അധ്യക്ഷതയിലുള്ള INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചേ? അല്ല, മദൻ മോഹൻ മാളവ്യ അല്ല. മദൻ മോഹൻ മാളവ്യ ആണോ? അല്ല. ആരായിരുന്നു? BN ധർ ആയിരുന്നു. BN ധർ ആയിരുന്നു ഈ ഒരു INC സമ്മേളനത്തിൽ, അതായത് 1911 ഡിസംബർ 27 നടന്ന INC സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത്. അന്ന് ആ ഒരു ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചപ്പോൾ ആരായിരുന്നു ആ ഒരു INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? BN ധർ ആയിരുന്നു. അപ്പൊ ഈ പറയുന്ന 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ് അല്ലെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടാണ് ഇവിടെ ശരി വരുന്നത്. അപ്പൊ ശരിയല്ലാത്തവ ഏതും ചോദിക്കുമ്പോൾ നമുക്കിപ്പോൾ ആൻസറിലോട്ട് എത്താം. ഏതൊക്കെയാണ് തെറ്റ്? 1, 3, 4. 1, 3, 4 സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ 1, 3, 4 എന്നീ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ഓപ്ഷൻ A ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? നോക്കിക്കേ, നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ എത്ര തവണയാണ് ഈ ഒരു ചോദ്യം ആവർത്തിച്ച് വന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും ഇനി വരുന്ന പരീക്ഷയിലും ഈ ഒരു ചോദ്യം കാണും, ഉറപ്പായിട്ടും കാണും. ഇവിടെ വെച്ച് തന്നെ പഠിച്ചു പോവുക. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? 60/2022 കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 2 ചോദിച്ചതാണ്. അതേ ചോദ്യം തന്നെ മറ്റൊരു തരത്തിൽ ചോദിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡ് ആണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം എത്രയാണ്? എല്ലാത്തിലും ഓരോ സെക്കൻഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. 2023 ഖാദി ബോർഡ് LD ക്ലർക്ക് പ്രിലിം സ്റ്റേജ് 4 ചോദിച്ച ചോദ്യമാണിത്. ഇതിനെല്ലാത്തിനും ഒരു ഉത്തരമേ ഉള്ളൂ. എത്രയാണെടാ? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. 52 സെക്കൻഡ്. 52 സെക്കൻഡ് ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? 52 സെക്കൻഡ് ആണ്. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 52 സെക്കൻഡ് തന്നെയാണ്. എന്നാൽ ഹ്രസ്വരൂപത്തിലാണെങ്കിലോ, ഹ്രസ്വരൂപത്തിൽ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയായിരുന്നു? 20 സെക്കൻഡ് ആണ്. എത്രയാണ്? 20 സെക്കൻഡ് ആണ് ഹ്രസ്വരൂപത്തിൽ. ഹ്രസ്വരൂപത്തിൽ അതായത് ഷോർട്ടായിട്ട് ഹ്രസ്വരൂപത്തിൽ ആലപിക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് ഏത് വർഷമാണ്, ഏത് മാസമാണ്, ഏത് ഡേറ്റ് ആണ്? ഓപ്ഷൻ A 1950 ജനുവരി 24, ഓപ്ഷൻ B 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ C 1950 ജനുവരി 26, ഓപ്ഷൻ D 1949 നവംബർ 26. ഇവിടെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 1950 ജനുവരി 24 ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. 1950 ജനുവരി 24, അതായത് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് 2 മാസം മുന്നേ നമുക്ക് ദേശീയ ഗാനം അംഗീകരിച്ചു എന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇവിടെ നോക്ക്, എന്താണ് ചോദിച്ചിരിക്കുന്നത്? തെറ്റാണ്. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയാണ് 11/2025. ഈ കഴിഞ്ഞ 10th പ്രിലിംസിലെ സ്റ്റേജ് 3 ലെവലിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ ഉത്തരം വന്നു അല്ലേ?
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും വായിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നു എന്ന് എനിക്കറിയാം. എങ്കിലും നമുക്കൊന്നും കൂടെ നോക്കാം. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. ആണോ? അല്ല അല്ലേ, 52 സെക്കൻഡ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. അങ്ങനെ ഒരു പേര് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചോ? ഇല്ല. ആരായിരുന്നു? സരളാദേവി ചൗധറാണി ആയിരുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, നൊബേൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? നൊബേൽ സമ്മാന ജേതാവായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അങ്ങനെ വരുമ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇവയെല്ലാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിക്കേ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ഒറിജിനലി റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? മറാത്തിയാണോ? ഓപ്ഷൻ ബി ഹിന്ദി, ഓപ്ഷൻ സി ബംഗാളി, ഓപ്ഷൻ ഡി ഗുജറാത്തി. ഇതിലേത് ഭാഷയിലാണെടാ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്? ബംഗാളി ഭാഷയിലാണ്. ഓപ്ഷൻ സി ബംഗാളി ഭാഷയിലാണ് ജനഗണമന ഒറിജിനലി എഴുതിയത് അല്ലെങ്കിൽ രചിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാര്, എഴുതിയതാര്? ആരാണ്? ഇവിടെ ഓപ്ഷൻസ് ഒന്നും വേണ്ട, നിങ്ങളുടെ മൈൻഡിൽ അപ്പോഴേ വരും ഉത്തരം അല്ലേ. രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഓപ്ഷൻ ഡി ദേവേന്ദ്രനാഥ് ടാഗോർ. ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ദേശീയ ഗാനം രചിച്ചത്. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട അല്ലേ ഈ ചോദ്യത്തിന്. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ?